അപ്പൊ ദേ നമ്മളിപ്പോഴുള്ളത് ബ്രോഡ്വേയിലുള്ള മേഥർ ബാസാറിലാണ് കേട്ടോ. മേഥർ ബാസാറിൽ പോകാതെ എന്ത് ക്രിസ്മസ്. അവിടെയാണ് ശരിക്കും ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ നടക്കുന്നതെന്ന് തോന്നും. അതിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ നക്ഷത്രങ്ങളുടെ ഇടയിലൂടെ നമുക്കിങ്ങനെ ഒഴുകി നടക്കാം. ഒഴുകി നടക്കാന്ന് പറയത്തില്ല, അവിടെ കാല് കുത്താനിടയില്ല കേട്ടോ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അത്രയും തിരക്ക് ഒരു ഡിസംബർ ഒരു പകുതി ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് തുടങ്ങും തിരക്ക്. തിരക്കോട് തിരക്ക്, തിരക്കോട് തിരക്ക്, അത്രയും പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ നമ്മൾ ഓടി ചെന്നൊരു സാധനം മേടിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാല് കുത്താൻ ഇടയില്ലാത്തത് കൊണ്ട് തന്നെ നിന്ന് കണ്ട് ആസ്വദിച്ച് ഒക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അവിടേക്ക് നമ്മൾ കയറി ചെല്ലുന്നത് ഒന്നോ രണ്ടോ സാധനങ്ങൾ വാങ്ങാനായിരിക്കാം, പക്ഷെ അവിടെ കയറി ചെന്ന് അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂടി നമ്മൾ വാങ്ങിച്ചിട്ട് പോരും കേട്ടോ. ഓരോ വർഷവും പുതിയ പുതിയ ഐറ്റംസ്, പുതിയ പുതിയ മോഡൽ നക്ഷത്രങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. നല്ല രസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് കാണാനാണ് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ എത്താറ്. പിന്നെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ആയിട്ടും ആൾക്കാർ വരാറുണ്ട്. ആ നക്ഷത്രങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നല്ലൊരു സന്തോഷമൊക്കെ തോന്നും. പുതിയ മോഡൽ വെറൈറ്റി സ്റ്റാർസ് ഒക്കെ, LED സ്റ്റാർസ് ആയാലും ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആയാലും അതുപോലെ ലൈറ്റ്സ് ആയാലും ഒരുപാട് പുതിയ വെറൈറ്റികൾ വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ പറയേണ്ടത് ക്രിസ്മസ് ട്രീസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ക്രിസ്മസ് ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മനോഹരമായിട്ട് നല്ല LED ലൈറ്റ്സ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ക്രിസ്മസ് ട്രീസും, യൂറോപ്യൻ കൺട്രീസിൽ വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ള ആ ടൈപ്പ് ക്രിസ്മസ് ട്രീസും ഒക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പം അങ്ങനെ കണ്ടാസ്വദിച്ച് നമ്മൾ പതിയെ 2-3 ലൈറ്റ്സ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ ഈ പറയുന്ന ട്രീസിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അധികം ഞെട്ടാനൊന്നും നിന്നില്ല. എൻ്റെ ക്രിസ്മസ് ട്രീയിൽ ഇടാൻ വേണ്ടിയിട്ട് ലൈറ്റ് വേണമായിരുന്നു. അപ്പം ആ ലൈറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ എന്തെങ്കിലും വേണോ എന്ന് വിനു ചോദിക്കുന്നുണ്ട്. വിനുവിനൊരു മാനിനെ മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പല ടൈപ്പ് മാനുകളുണ്ട്. അപ്പം മാനുകൾക്കൊക്കെ ഓരോ പീസിനും ഓരോ റേറ്റാണ്. അപ്പം നമുക്ക് ആ മാനെന്ന മോഹം നമ്മൾ ഉപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു മാനിനെ വെക്കാൻ സ്ഥലമില്ല, മാൻ വേണ്ട. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മാനിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ലൈറ്റ്സിൻ്റെ കടകളിലൊക്കെ കയറി ലൈറ്റ്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ക്രിസ്മസ് ട്രീസൊക്കെ അത് അലങ്കരിക്കുന്ന സംഗതികൾ, നല്ല ചെറീസ്, പിന്നെ ക്രിസ്മസ് റെഡ്സ്, അത് ആ തൂവൽ കൊണ്ടുണ്ടാക്കിയ ഒരു ക്രിസ്മസ് ട്രീ കണ്ടോ. അതുപോലെ ഇഷ്ടംപോലെ വെറൈറ്റീസ്, അതാ നമ്മുടെ കരടിക്കുട്ടൻ, ക്രിസ്മസ് അപ്പൂപ്പൻ, നല്ല മണികൾ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സ് പറയും വാങ്ങൂ എന്ന്. പക്ഷെ കേൾക്കരുത്, കാരണം നമ്മുടെ കയ്യിൽ അതിനനുസരിച്ചിട്ട് ചിക്കിലി വേണം. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക. ഈ ചുവപ്പ് സ്റ്റാർ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഒരു ബൾബ് ഉണ്ടായിരുന്നു, അതിനുള്ളിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞങ്ങൾ വാങ്ങിച്ചില്ല. ഇരുട്ടത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ക്രിസ്മസ് ട്രീസ്, പിന്നെ ഈ മിറർ കണ്ടോ, മണിയുടെ ഇതാണ് മോഡലാണ്. പക്ഷേ അതിൽ എൻ്റെ മുഖം കണ്ടോ, ഞാനത് ഫോട്ടോ എടുക്കാൻ കഷ്ടപ്പെടുന്നതാണ് കേട്ടോ. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള മിറർ. ഈ കടകളിങ്ങനെ അലങ്കരിച്ചിട്ടിരിക്കുന്ന കാണുമ്പോഴേ ഇതുപോലെ നമ്മുടെ വീടും അലങ്കരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചെറിയൊരു മോഹം നമ്മുടെ മനസ്സിൽ തോന്നും കേട്ടോ. പിന്നെ എനിക്കൊരു മാറ്റ് വാങ്ങിക്കണമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പുൽക്കൂട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മണ്ണിൽ നമ്മൾ തെനവിത്ത് പാകിയൊക്കെ മുളപ്പിച്ച് ഒരാഴ്ച മുന്നേ പണി തുടങ്ങിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് നടക്കത്തില്ല. എന്തായാലും നമ്മൾ ഫ്ലാറ്റിനുള്ളിൽ മണ്ണൊന്നും കിട്ടത്തില്ലല്ലോ. മണ്ണ് കിട്ടത്തുമില്ല. മണ്ണ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊണ്ട് കളയാൻ വലിയ പാടുമാണ്. നമുക്ക് വീടുകളൊക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് വിനു പറഞ്ഞു അവിടുത്തെ വില തന്നെയാണ് ഇവിടെയും, അതുകൊണ്ട് നമുക്ക് തൃപ്പൂണിത്തുറയിൽ നിന്ന് തന്നെ വാങ്ങിക്കാമെന്നും പറഞ്ഞു പോന്നു. നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ വീണ വായിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടോ, വീണയല്ലല്ലോ, കുഴലൂതിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ആവശ്യമുള്ള ലൈറ്റ്സൊക്കെ വാങ്ങിച്ച് കുറച്ച് ബലൂൺസും വാങ്ങിച്ചു കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ചെറിയ പരവേശമൊക്കെ വന്നു. അപ്പോൾ അവിടെ നിന്നൊരു കരിക്കൊക്കെ വാങ്ങിച്ചു കുടിച്ചു. പിന്നെ കപ്പലണ്ടി മിഠായിയൊക്കെ വാങ്ങിച്ച് കുറച്ച് നമ്മൾ അവിടെ പുറത്തിറങ്ങിയപ്പോൾ ഒരു ചിമ്മിനി വിളക്കൊക്കെ കണ്ടു. അപ്പോൾ ചിമ്മിനി വിളക്കൊക്കെ വാങ്ങിച്ച് നമ്മളവിടെ നിന്ന് പോന്നു. ഞങ്ങളുടെ ഫ്ലാറ്റിൽ സ്റ്റാർ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ.